സർക്കാരിന്റെ വിലക്ക് മറികടന്ന് സംഘർഷമുണ്ടായ സംഭൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയെ തടയാൻ സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് അയൽ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്ദർശനം കണക്കിലെടുത്ത് അതിർത്തിയിൽ പോലീസ് വിന്യാസം ശക്തമാണ്. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, എപ്പോഴേക്ക് സംഭലിലേക്ക് രാഹുൽ ഗാന്ധിയും എംപിമാരും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തടയാൻ നിർദ്ദേശമുണ്ട്. എന്താണ് നടക്കുക? അശ്വതി, അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി സംഭലിലേക്ക് തിരിക്കും. 10 മണിയോടുകൂടി യാത്ര തിരിക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. കൂടാതെ 5 എംപിമാരും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുലിന് UP-യിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വലിയ പോലീസ് വിന്യാസമാണ് അതിർത്തിയിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഡൽഹി UP അതിർത്തിയിൽ ശക്തമായ പോലീസിനെ ഇതിനോടൊപ്പം തന്നെ UP സർക്കാർ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ ഹാത്രസ് സംഭവം ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഹാത്രസിലേക്ക് പോകാൻ തിരിച്ചപ്പോൾ അന്ന് ഇതേ സമാനമായ രീതിയിൽ അതിർത്തിയിൽ വെച്ച് ഗൗതം ബുദ്ധ നഗറിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ തടഞ്ഞിരുന്നു. അതിന് സമാനമായ സാഹചര്യമായിരിക്കും ഇന്നും ഉണ്ടാവുക. കാരണം സംഭലിലേക്ക് രാഹുൽ ഗാന്ധി മാത്രമല്ല, നേരത്തെയും പല രാഷ്ട്രീയ കക്ഷികളും ഇത്തരത്തിൽ പോകാൻ ശ്രമിച്ചിരുന്നു. അവരെല്ലാം തന്നെ അതിർത്തിയിൽ തടയുകയാണ് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അബ്ദുൽ വഹാബ് അടക്കമുള്ളവർ അവിടേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് മടക്കി അയക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം ഒന്ന് ഉണ്ടായാൽ അവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിർത്തിയിൽ വലിയ സംഘർഷത്തിന് അത് ഇടയാക്കാൻ തന്നെയാണ് സാധ്യത. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയെ സംഭലിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിലെ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം, അറിയിപ്പ് നൽകിയിരുന്നു. കാരണം അതിന് കാരണമായി പറയുന്നത് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആരെയും ഇപ്പോൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, സംഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കാരണം സംഘർഷത്തിന് അയവുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ അടക്കം കണക്കിലെടുത്തുകൊണ്ട് ആരെയും അവിടേക്ക് കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഏതായാലും സംഭലിലേക്ക് പോകും എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം പള്ളിയിൽ സർവേ നടത്താൻ എത്തുകയും പിന്നീട് സംഘർഷത്തിലേക്ക് അത് വഴിമാറുകയും വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സംഭവം സർക്കാരിന്റെ ആസൂത്രിതമായി സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഇത്തരമൊരു സംഘർഷം നടന്നതെന്ന ആരോപണമാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും അടക്കം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. അപ്പോൾ അത്തരമൊരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഏതായാലും സംഭലിലേക്ക് എത്തുന്നത്. മറ്റൊന്ന്, മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയായി ഫട്നാവിസിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള BJP MLA-മാരുടെ യോഗം ഇന്ന് രാവിലെ ചേരുന്നുമുണ്ട്. നാളെയാണ് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നത്. ശിവസേനയുടെ നിലവിലെ അവസ്ഥ എന്താണ്? അശ്വതി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരെന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും. ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് സാധ്യത. ഒറ്റപ്പേരിലേക്ക് BJP എത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അവർ സസ്പെൻസ് നിലനിർത്തുന്നു. ഇന്ന് ഏതായാലും 10:30 BJP MLA-മാരുടെ യോഗം ചേരും. ഈ യോഗത്തിൽ പങ്കെടുക്കാനായി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും മുംബൈയിലുണ്ട്. ഈ 2 പേരുമാണ് കേന്ദ്ര നിരീക്ഷകർ. ഇവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതിനുശേഷം NDA നേതാക്കളുടെ യോഗമുണ്ട്. ഈ യോഗത്തിന് മുമ്പായി ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ അജിത് പവാറിനെയും ഈ 2 നേതാക്കളും കാണും. അതിനുശേഷം NDA യോഗം നടക്കും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും BJP കടക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ 10 ദിവസമായി സർക്കാർ രൂപീകരണത്തിന് പ്രതിസന്ധിയായത് ശിവസേന നിലപാടാണ്. പക്ഷേ ശിവസേന അവരുടെ മുൻ നിലപാടിൽ അയവ് വരുത്തിയിട്ടുണ്ട്. അതായത് ഏക്നാഥ് ഷിൻഡെയുമായി ഇന്നലെ ദേവേന്ദ്ര ഫട്നാവിസ് കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ച മഞ്ഞുരുക്കി എന്നാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കൂടിക്കാഴ്ചയുടെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ സർക്കാരിൽ ഏക്നാഥ് ഷിൻഡെ ഭാഗമായേക്കും, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പക്ഷേ ശിവസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച നടന്നിട്ടില്ല. ആ ചർച്ച മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്ഥാനമേറ്റ ശേഷമായിരിക്കും വകുപ്പ് സംബന്ധിച്ച മറ്റ് ചർച്ചകൾ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ഏതായാലും ശിവസേന അറിയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി രാകേഷ്.